പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്സും. നമ്മൾ വടക്കൻ പാട്ടിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. ആറ്റും മണമേലെ ഉണ്ണിയാർച്ച അല്ലേ. അപ്പോൾ പുത്തൂരം വീട്ടിലെ പുത്രിയാണ് ഉണ്ണിയാർച്ച. വിവാഹം കഴിച്ചു കൊണ്ടുപോയത് ആറ്റും മണമേലെ കുഞ്ഞിരാമനാണ്. അങ്ങനെ കുഞ്ഞിരാമൻ്റെ ഭാര്യയായിട്ട് കഴിയുന്ന ആ ഒരു കാലം, അങ്ങനെയാണ് രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടുണരുകയാണ് ഉണ്ണിയാർച്ച. അപ്പോൾ എങ്ങനെയാണ് സ്വപ്നം? ലോകനാർക്കാവിൽ പൂരവും അയ്യപ്പൻ കാവിൽ വിളക്കും നടക്കുകയാണെന്നുള്ളതാണ് ഉണ്ണിയാർച്ച കാണുന്ന ആ ഒരു സ്വപ്നം. അപ്പോൾ അതേ തുടർന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് ഈ ഒരു പാട്ടിലൂടെ പറയുന്നതും. നമുക്കറിയാം, പൊതുവേ വടക്കൻ പാട്ടൊക്കെ നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ പാടുമ്പോൾ തന്നെ എന്താണ്, ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച ഊണും കാഴിഞ്ഞങ്ങൂറക്കമായി. ഇതേപോലെയാണ് നമ്മൾ ആ വടക്കൻ പാട്ട് പാടാറും പാടി കേട്ടിട്ടുള്ളതും ഇങ്ങനെയാണ്. അപ്പോൾ ആറ്റും മണമേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങ് ഉറക്കമായി, ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമലർക്കാവിൽ കൂത്തല്ലാണേ, അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണേ, അയിലാളർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ സ്വപ്നവും കണ്ടു പെണ്ണ്, പുലരുവാൻ 7:30 രാവുള്ളപ്പോൾ ഞെട്ടിയുണർന്നല്ലോ ഉണ്ണിയാർച്ച, കാർക്കൂന്തൽ നന്നായി കുടഞ്ഞു കെട്ടി ആടകൾ നന്നായി കുടഞ്ഞുടുത്ത്. അപ്പോൾ ഉറക്കത്തിൽ കണ്ട സ്വപ്നം എന്താണ്? അല്ലിമലർക്കാവിലെ കൂത്തും അയ്യപ്പൻ കാവിലെ വിളക്കുമാണ്. അപ്പം അത് കാണാനായിട്ട് ആരൊക്കെ പോകുന്നുണ്ട്? അയിലാളർ അല്ലേ, അയലത്തെ പെണ്ണുങ്ങളെല്ലാം പോകുന്നുണ്ട്. ആ സ്വപ്നം കണ്ട എപ്പോഴാണ്? നേരം വെളുക്കാൻ അല്ലേ, പുലരുവാൻ 7:30 രാവുള്ളപ്പോഴാണ് ഉണ്ണിയാർച്ച സ്വപ്നം കണ്ട് ഉണരുന്നതും. അപ്പോൾ അത് പിന്നീട് ഉണർന്ന ഉണ്ണിയാർച്ച എന്താണ്? കാർക്കൂന്തൽ നന്നായി കുടഞ്ഞു കെട്ടി, എഴുന്നേറ്റ കാർക്കൂന്തൽ മുടിയാണല്ലേ, തലമുടിയൊക്കെ നന്നായിട്ട് കുടഞ്ഞു കെട്ടി, ആടകൾ നന്നായി എങ്ങനെയാണ് കുടഞ്ഞുടുത്ത്, ആട വസ്ത്രങ്ങളാണ്, ഉടുത്തിരുന്ന വസ്ത്രം നല്ലപോലെ ഒന്ന് കുടഞ്ഞുടുത്തുകൊണ്ടും പുലരി വിളക്ക് കൊളുത്തുന്നുണ്ട് പൂങ്കോഴിച്ചാത്തൻ്റെ കൂവൽ കേട്ട്, പടകാളി മുറ്റത്തും ചെന്നിറങ്ങി മണ്ഡകത്തിൻ്റെ അരികെ ചെന്ന്, ഭൂമിയും തൊട്ട് നെറുകിൽ വെച്ച് സൂര്യഭഗവാനെ കൈവണങ്ങി, മുറ്റമടിക്കുവാൻ ചൂലെടുത്ത് മുറ്റമടിയും കഴിക്കുന്നുണ്ട് അടിതളി പൂജ കഴിച്ചവളും. ഇപ്പം എങ്ങനെയാണ്? പുലരി വിളക്ക് കൊളുത്തുകയാണ് അല്ലെ. ഇപ്പം രാവിലെ ചെയ്യുന്ന ഓരോ പ്രഭാത കൃത്യങ്ങളെക്കുറിച്ചാണ് ആദ്യം മുതലേ അതിൽ വർണ്ണിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒന്നില്ലെങ്കിൽ യുദ്ധം അങ്ങനെ തുടങ്ങിയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളെ വിവരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വർണ്ണിച്ചുകൊണ്ടാണ് വടക്കൻ പാട്ടുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഉണ്ണിയാർച്ച പ്രഭാതത്തിൽ കൊളുത്താറുള്ള ആ വിളക്ക് എന്താണ്? കത്തിച്ചു വെച്ചു. അപ്പോഴേക്കും എങ്ങനെയാണ്? പൂങ്കോഴിച്ചാത്തൻ്റെ കൂവൽ കേട്ട്, അപ്പോൾ പൂവൻ കോഴി പ്രഭാതമായി എന്നറിയിച്ചുകൊണ്ട് കൂവുകയാണ്. അതിനുശേഷം പടകാളി മുറ്റത്തേക്ക് ചെന്ന് നിൽക്കുകയാണ് അല്ലേ. അങ്ങനെ മണ്ഡകത്തിൻ്റെ അരികെ ചെന്ന് ഭൂമിയും തൊട്ട് നെറുകിൽ വെച്ച് ഭൂമി തൊട്ട് നെറുകിൽ വെച്ച് സൂര്യ ഭഗവാനെ കൈ തൊഴുത് വണങ്ങുന്നുണ്ട്. അതിനുശേഷം എന്താണ്? മുറ്റമടിക്കാനുള്ള ചൂലെടുക്കുകയാണ്. അങ്ങനെ മുറ്റമടിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീടോ അടിതളി പൂജ കഴിച്ചവളും. അപ്പോൾ ഭൂമിയെ തൊട്ട് നെറുകിൽ വെച്ച് സൂര്യഭഗവാനെ കൈ തൊഴുത് മുറ്റമടിക്കാനുള്ള ചൂലെടുത്ത് മുറ്റമടിക്കുകയാണ്. അതിന് ശേഷമാണ് അടിതളി പൂജയൊക്കെ കഴിച്ചുകൊണ്ട് നാൽക്കെട്ടകത്ത് കടന്നു ചെന്നു പാത്രങ്ങളൊക്കെയും മോറി പെണ്ണ്, എരുദാഹക്കഞ്ഞിക്ക് വെള്ളം കോരി വേഗത്തിൽ പോരുന്നു പെൺകിടാവും. അപ്പോൾ അഴിവൻ കൊണ്ടഞ്ഞാഴി അരിയളന്ന് നീറ്റിൽ കഴുകി പദം വരുത്തി, പാലിൽ കഴുകി പദം വരുത്തി, കുറിയരി വേഗം അടുപ്പത്താക്കി അതിനൊരു കറിയും ഒരുക്കി പെണ്ണ്. അപ്പോൾ പിന്നീട് എവിടേക്കാണ്? നാലുകെട്ടിനകത്തേക്ക് വന്നുകൊണ്ട് പാത്രങ്ങളെല്ലാം കഴുകുകയാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്?
പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് രാവിലത്തെ കഞ്ഞിക്കുള്ള അല്ലേ, എരുദാഹ കഞ്ഞി, വിശപ്പടക്കാനുള്ള കഞ്ഞിക്ക് എന്താണ് ആ വെള്ളം കോരുകയും അങ്ങനെ വേഗത്തിൽ പോരുകയാണ് ആ പെൺകിടാവ് ആരാണ്? ഉണ്ണിയാർച്ച. എന്നിട്ടോ അഴിവൻ കൊണ്ടഞ്ഞാഴി അരി അളന്ന് അല്ലേ, അരി അളക്കുന്ന ആ ഒരു പാത്രമാണ് അപ്പം ആ നാഴി. അപ്പം അതുകൊണ്ട് 5 നാഴി അരിയൊക്കെ അളന്ന് ആദ്യം എന്തിലാണ് കഴുകുന്നത്? ഇവിടെ വെള്ളത്തിലും പിന്നീട് പാലിലും കഴുകിയിട്ട് പദം വരുത്തി അടുപ്പത്ത് വെക്കുകയാണ്. അതിനുശേഷം ആ കഞ്ഞിക്ക് വേണ്ട ഒരു കറിയും തയ്യാറാക്കുകയാണ്. പിന്നെയോ ഉമിക്കരി വെള്ള മെടുത്തു പെണ്ണ് നാൽക്കെട്ടകത്ത് കടന്നു പെണ്ണ് ഞെട്ടി ഉണരുന്നു അച്ഛനല്ലോ വാതുക്കൽ നിന്ന് വിളിച്ചതാര്? അപ്പോൾ പറയുന്നു ഉണ്ണിയാർച്ച, വാതുക്കൽ വിളിച്ചതും ഞാനാകുന്നു. എന്തിനു വിളിക്കുന്നു ഉണ്ണിയാർച്ചേ? അപ്പോൾ പറയുന്നു ഉണ്ണിയാർച്ച, കാലത്തെ കഞ്ഞി കുടിപ്പതിന്. അപ്പോൾ പറയുന്നു അച്ഛനല്ലോ, നേരവും താനെ പുലർന്നിട്ടില്ല, കഞ്ഞി കുടിക്കുന്ന നേരമായോ. അപ്പോൾ ഉണ്ണിയാർച്ച ഉമിക്കരിയും വെള്ളമൊക്കെ എടുത്ത് 4 കെട്ടിനകത്ത് കടന്ന് അച്ഛനെ വിളിക്കുകയാണ്. അപ്പോൾ ആരാണ് വിളിക്കുന്നതെന്ന് അച്ഛന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഉണ്ണിയാർച്ചയാണ് വിളിക്കുന്നതെന്ന് പറയുകയാണ്. എന്തിനാണ് വിളിച്ചതെന്ന് അച്ഛന് ചോദിക്കുക രാവിലെ തന്നെ. അപ്പോൾ ഉണ്ണിയാർച്ച അതിന് മറുപടി പറയുകയാണ്, രാവിലത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, നേരം പുലർന്നിട്ടില്ലല്ലോ, കഞ്ഞി കുടിക്കാനുള്ള സമയവും ആയിട്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു നേരവും താനെ പുലർന്നിട്ടില്ല, കഞ്ഞി കുടിക്കുന്ന നേരമായോ എന്നുള്ള ആ അച്ഛന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ് അച്ഛനോട് ഉണ്ണിയാർച്ച തൻ്റെ ആഗ്രഹവും പറയുകയാണ്. അത് തന്നെ കേൾക്കുന്ന പെൺകിടാവും ഒന്നുണ്ട് കേൾക്കണം അച്ഛനോട്, പുത്തൂരം വീട്ടീന്ന് പോന്നേ പിന്നെ, ആറ്റുമണമേലും വന്നേ പിന്നെ, കാഴ്ചയും വേലയും കണ്ടിട്ടില്ല, അല്ലിമലർക്കാവിൽ കൂത്തല്ലാണേ, അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണേ, അഞ്ചനക്കാവിൽ വേലപൂരം, അയലാളർ പെണ്ണുങ്ങൾ പോവുന്നുണ്ട്. ഉണ്ണിയാർച്ച തൻ്റെ ആഗ്രഹം അച്ഛനോട് അറിയിക്കുകയാണ്. പുത്തൂരം വീട്ടിൽ നിന്ന് വന്നു ഉണ്ണിയാർച്ച. എവിടേക്കാണ് വന്നത്? ആറ്റുമണമേലെ വീട്ടിലേക്കാണ്. അപ്പം അതിനുശേഷം എന്ത് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്? അതിനുശേഷം കാഴ്ചയും വേലയും ഞാൻ കണ്ടിട്ടില്ല, അല്ലിമലർക്കാവിലെ കൂത്തും അയ്യപ്പൻ കാവിൽ വിളക്കും നടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോന്നതിൽ പിന്നെ എനിക്കൊന്നും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല, അയൽ വീടുകളിലുള്ള സ്ത്രീകളെല്ലാം പോകുന്നുണ്ട് എന്നും ഉണ്ണിയാർച്ച അച്ഛനോട് പറയുകയാണ്. അപ്പോൾ പറയുന്നു അച്ഛനല്ലോ, അല്ലിമലർക്കാവിൽ കൂത്തു കാണാൻ, അയ്യപ്പൻ കാവിൽ വിളക്കു കാണാൻ, അഞ്ജനക്കാവിലെ വേല കാണാൻ ആരെ തുണ കൂട്ടി പോകും പെണ്ണേ, ഒരു നാളും നീയും മോഹിക്കേണ്ട. അപ്പോൾ പറയുന്നു ഉണ്ണിയാർച്ച, എന്നുടെ ഭർത്താവ് തുണ എനിക്ക് അതുതാനെ കേൾക്കുന്ന അച്ഛനല്ലോ, ഒന്നിണ്ടു കേൾക്കണം ഉണ്ണിയാർച്ചേ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അല്ലിമലർക്കാവിലും അയ്യപ്പൻ കാവിലും അഞ്ജനക്കാവിലുമൊക്കെ നീ ആരെ തുണ കൂട്ടിയാണ് പോവുക എന്ന് ഉണ്ണിയാർച്ചയോട് ചോദിക്കുകയാണ്. അപ്പം അതിന് മറുപടി പറയുകയാണ്, എൻ്റെ ഭർത്താവാണ് എനിക്ക് തുണ എന്ന് ഉണ്ണിയാർച്ച മറുപടി പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് അത് കേട്ട അച്ഛന് അവന് നേരമുണ്ടോയെന്നാണ്. അപ്പം എന്നുടെ ഭർത്താവ് അപ്പം ഒന്നുണ്ട് കേൾക്കണം ഉണ്ണിയാർച്ചയെന്ന് ഉണ്ണിയാർച്ചയോട് അച്ഛൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവനുണ്ട് പോരാനിട വരുന്നു എന്നും പുതുശ്ശേരിയിൽ പയറ്റവന്, തുടങ്ങുമ്പോഴായിരം കിട്ടും പെണ്ണെ, നിർത്തുമ്പോഴായിരത്തൊന്നും കിട്ടും, എനിക്കുമേ ഒന്നല്ലോ പൊന്മകനും 10 പലതുമേ മക്കളില്ല, നാഗപുരമെന്നു കേട്ടിട്ടുണ്ടോ, വളരെക്കോട്ടെന്നങ്ങൊരു അങ്ങാടിയും, അമ്മ പെങ്ങന്മാർ അറിഞ്ഞുകൂടാ, ജോനോർ പുളപുളപ്പുള്ളൊരങ്ങാടിയാണേ, ആ വഴിക്കാർക്കും നടന്നുകൂടാ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അവന് എവിടെ നിന്നാണ് സമയമുണ്ടാവുക? പുതുശ്ശേരിയിൽ അവന് പയറ്റുണ്ട്. പയറ്റ് തുടങ്ങുമ്പോൾ 1000 പണം കയ്യിൽ കിട്ടും, അത് നിർത്തുമ്പോഴോ 1001 കിട്ടും. അത് മാത്രമല്ല
എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. പിന്നെ നാഗപുരമെന്നും വളർക്കോട്ടെന്നും നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അച്ഛൻ തന്നെ മറുപടിയും പറയുന്നുണ്ട്. അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ കഴിയാത്ത മാപ്പിളമാർ പുളയ്ക്കുന്ന നാടാണത്. അപ്പോൾ ആ വഴിയിലൂടെ ആർക്കും നടക്കാൻ പറ്റില്ല എന്ന് അച്ഛന് പറയുകയാണ്. പട്ടുടുത്താരാനും വന്നുപോയാൽ പട്ടും കഴിച്ചങ്ങയക്കവരും ചമയം ചമഞ്ഞോരു പെണ്ണാണെങ്കിൽ അവരുടെ കയ്യും പിടിച്ചവരെ അവരുടെ വസ്ത്രം അഴിച്ചവരെ നഗ്നരായിട്ടങ്ങേ അയക്കുകയുള്ളൂ. അങ്ങനെയുള്ളൊരു നാടാകുന്നു കണ്ടാൽ തികവുള്ള പെണ്ണു നീയും. അപ്പം എങ്ങനെയാണ് ആ വഴിയിലൂടെ ആർക്കും തന്നെ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുക. കാരണം എന്താണ്? പട്ട് ഉടുത്ത് പോകുന്നവരാണെങ്കിൽ ആ പട്ട് അവരങ്ങ് അഴിച്ചെടുക്കും. ഇനി എങ്ങനെയാണ്? ചമഞ്ഞൊരുങ്ങി വരുന്ന പെണ്ണാണെങ്കിൽ അവരുടെ വസ്ത്രവും അഴിച്ച് നഗ്നരാക്കിയിട്ടേ വിടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒത്ത പെണ്ണാണു നീ എന്ന് അച്ഛന് ഉണ്ണിയാർച്ചയോട് പറയുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.